ചൂരന്മലയിൽ പണിതുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളലുണ്ടായി എന്ന് കാണിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ സർക്കാരിനെതിരായി മാത്രമല്ല മലയാളത്തിനെതിരായി, കേരളത്തിനെതിരായി അപകടകരമായ വിധത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്ന സമയത്ത് വിവിധ ജില്ലകളിൽ വെച്ച് മാധ്യമ സുഹൃത്തുക്കൾ അക്കാര്യത്തിനോട് പ്രതികരിക്കണം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിനോ പൊതുവെ മാധ്യമ സുഹൃത്തുക്കൾക്കോ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരിട്ടറിയാതെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് വയനാട്ടിലെ എപ്പോഴും സ്ഥിരമായി പോകുന്ന ചൂരന്മലയിലെ മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കാൻ ലോകമാതൃകകളില്ലാത്ത വിധം നാം തീരുമാനിച്ചിട്ടുള്ള പുതിയ ടൗൺഷിപ്പിലേക്ക് പോകാനിടയായി. വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ ആ വീട് നിർമ്മിക്കുമ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ വീടുകളൊന്നും നിർമ്മിക്കുമ്പോൾ കാണാത്ത വിധത്തിലൊരു വാട്ടർ ബോണ്ടിങ് ടെസ്റ്റ് നടത്തണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ പറഞ്ഞിരുന്നു. വാട്ടർ ബോണ്ടിങ് ടെസ്റ്റ് നടത്തണം എന്ന് നിശ്ചയിച്ചത് ഋതുക്കളില്ലാത്ത വിധം അല്ലെങ്കിൽ കാലാവസ്ഥ വ്യത്യാസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉറപ്പ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കൂടിയായിരുന്നു. വാട്ടർ ബോണ്ടിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നിർമ്മിക്കപ്പെട്ട വീടിൻ്റെ ടെറസിൽ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തും. അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയ സ്ഥലത്ത് ടെറസിൽ നിന്ന് തന്നെ വെള്ളം ഏതെങ്കിലും വിധത്തിൽ ലീക്കായി താഴത്തേക്ക് പോകുന്നുണ്ടോ എന്ന് കണ്ടാൽ അത് നോട്ട് ചെയ്ത് അതിന് മുകളിലുള്ള ടെറസിൻ്റെ ഭാഗത്ത് സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെൻറ്റ് നടത്തും. എപ്പോക്സി ട്രീറ്റ്മെൻറ്റ് നടത്തി അത് ഏതെങ്കിലും വിധത്തിൽ വെള്ളം ലീക്ക് ചെയ്തില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും അവിടെ തന്നെ വെള്ളം കെട്ടി 24 മണിക്കൂർ നിർത്തും. വെള്ളം കിരിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ വീണ്ടും അവിടെ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂളിന് പോലും നടത്തുന്ന വിധത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് നടത്തും. വാട്ടർ പ്രൂഫിംഗ് നടത്തിയിട്ടും അതിൻ്റെ മുകളിൽ 2 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. പിന്നീട് ഒരു ചോർച്ചയും ബലക്ഷണവും ഉണ്ടാകില്ല എന്നുള്ളതാണ് നേരത്തെ ചിലരെല്ലാം സൂചിപ്പിച്ചതുപോലെ ഞാൻ സാങ്കേതിക വിദഗ്ധനല്ലാത്തതുകൊണ്ട് ഉന്നതരായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം നമ്മൾ തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ അവിടെ വാട്ടർ ബോണ്ടിങ് ടെസ്റ്റ് നടത്തിയപ്പോൾ 2 വീടുകൾക്ക് വെള്ളം കിനിഞ്ഞു പോകുന്നതായി കണ്ടു. ഈ സ്ഥലങ്ങൾ നോക്കിയെടുത്ത് അവിടുത്തെ നിർമ്മാണ കമ്പനിയുടെ എഞ്ചിനീയർമാർ തന്നെയാണ് ആ ഭാഗത്തിന് ചുറ്റും എഞ്ചിനീയർമാർ തന്നെ പെന്നുകൊണ്ട് ഒരു മാർക്ക് നടത്തുകയുണ്ടായിട്ടുള്ളത്. ഇത് ദൂരെ നിന്ന് ചിത്രീകരിച്ചപ്പോൾ അതൊരു ക്രാക്കാണ്, അഥവാ അതൊരു വിള്ളലാണ് എന്ന വിധത്തിൽ വിവരമറിയിച്ചു. ഈ വാർത്ത വളരെ വ്യാപകമായി ഇതിനിടയിൽ പരക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശ്രിങ്കേജാണ് അവിടെ ഉണ്ടായത് എന്നാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ, ഏതെങ്കിലും ഒരു കരാർ കമ്പനിയുടെ അല്ല, ഔപചാരികമായി ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുള്ള കിഫ്കോണിൻ്റെ സാങ്കേതിക വിദ്യയിൽ അതിസമർത്ഥരായിട്ടുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടെ ശ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായത് എന്ന് പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആളുകൾ ധരിക്കുന്നത് എന്താ, അതൊരു സ്ട്രക്ചറൽ ക്രാക്ക് ആയിരിക്കും എന്നാണ്. സ്ട്രക്ചറൽ ക്രാക്ക് അല്ല അവിടെ ഉണ്ടായത് എന്ന് അന്ന് രാവിലെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറയുകയും അത് ഇതിൻ്റെ ഉറപ്പിനെ ബാധിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ആ വീടിനകത്തേക്ക് പോയത്. അവിടെ വീടിനകത്ത് പോയി ഈ വര ഇങ്ങനെ രേഖപ്പെടുത്തിയത് ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തുടർച്ചയായി കാണിക്കുന്നത് കൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മാത്രം കേട്ടുപോരുകയല്ല, അവിടെ ഉണ്ടായത് എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് അവിടെ കയറി നിന്ന് ഇവർ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണ് എന്ന് പ്രസ്താവിച്ചപ്പോൾ പെൻസിൽ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തിയതാണോ എന്ന് ഉറപ്പുവരുത്താനായി അവിടെ നോക്കുകയുണ്ടായിരുന്നു. വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള നൗഫൽ പോലും ഇങ്ങനെ ഒരു ക്രാക്ക് എന്ന വിവരം കേൾക്കുന്നത് ഇവർ അടയാളപ്പെടുത്തിയതിൻ്റെ, ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അടയാളപ്പെടുത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൊണ്ട് എഞ്ചിനീയർമാർ പറഞ്ഞത് ശരിയാണോ എന്ന കാര്യം നേരിട്ട് ബോധ്യപ്പെടാൻ ആദ്യം എനിക്ക് തന്നെ ബോധ്യപ്പെടണമല്ലോ. എനിക്ക് ബോധ്യപ്പെടാനും ഞാൻ ബോധ്യപ്പെടുന്നത് വഴി അത് ബാക്കിയുള്ള ആളുകളെ അറിയിക്കാനും വേണ്ടിയാണ് അവിടെ
അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മഴയിൽ ചോർന്നൊലിച്ചതല്ല ഇത്. വാട്ടർ പോണ്ടിങ് ടെസ്റ്റിൻ്റെ ഭാഗമായി നമ്മൾ തന്നെ 24 മണിക്കൂർ വെള്ളം നിറച്ച് നടത്തിയിട്ടുള്ള ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ്. ഇനി കെട്ടിടം പൂർത്തീകരിച്ചാലോ? കെട്ടിടം പൂർത്തീകരിച്ചാൽ നേരിട്ട് കൈമാറുകയല്ല. കെട്ടിടത്തിൻ്റെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ ഒരു പരിശോധന നടത്തും. കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ പരിശോധന നടത്തിയതിന് ശേഷം കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിൻ്റെ എഞ്ചിനീയർമാരും സംയുക്തമായി പരിശോധന നടത്തും. അതിനും അവസാനിക്കാതെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിൻ്റെ എഞ്ചിനീയർമാരും ആർക്കാണോ വീട് കൊടുത്തിട്ടുള്ളത്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതെൻ്റെ വീടാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന വീട്ടുകാരനായ മനുഷ്യനെ കൂട്ടി അവിടെ പരിശോധന നടത്തും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ 5 വർഷക്കാലത്തേക്ക് സിവിൽ വർക്കിൽ ഈ കരാറ് കമ്പനി ഡിഫക്റ്റ് ലൈബിലിറ്റി പ്രകാരം വാറണ്ടി നൽകേണ്ട ഒരു വീടാണത്. 5 വർഷക്കാലം സിവിൽ വർക്കിലും 3 വർഷക്കാലം ഇലക്ട്രിക്കൽ വർക്കിലും വാറണ്ടി നൽകിക്കൊണ്ടാണ് ആ വീട് ഉണ്ടാക്കുന്നത്. സാധാരണ നിലയിൽ ആ കരാർ കമ്പനിയുടെ ലഭ്യമാകേണ്ട കരാർ പ്രകാരമുള്ള സംഖ്യയിൽ ഒരു നിശ്ചിതമായ ശതമാനം 5 വർഷത്തിന് ശേഷം മാത്രം കൊടുക്കാവുന്ന വിധത്തിൽ എടുത്തു വെച്ചാണ് ഡിഫക്റ്റ് ലൈബിലിറ്റി പ്യൂരിഫൈ ചെയ്യേണ്ടത്, അത് ക്യൂർ ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചു. ആളുകൾക്കറിയാം, കരാറുണ്ടാക്കിയാൽ എന്തുണ്ടാകും? ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്റ്റ് ആരാണോ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ടത് അവർ നിർവഹിച്ചില്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആവും, കോൺട്രാക്റ്റിൻ്റെ ലംഘനമാകും. അതിലെങ്ങനെ നടപടിയെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയത്.